ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ശ്രീധുവിനെതിരെ കേസെടുത്ത് പോലീസ്. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് കേസ്. തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഏൽപ്പിച്ചത് ജോത്സ്യൻ ദേവിദാസനെയുമെന്ന വിവരങ്ങളുമായി കമലേഷ് ചേരുകയാണ്. കമലേഷ്, ഈ കുട്ടിയുടെ അമ്മ ശ്രീധുവും ഒപ്പം തന്നെ ജോത്സ്യനുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നതിന്റെ സൂചനകളാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇവർ തട്ടിപ്പ് നടത്തുന്നു, ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങുന്നു, ആ പണം ഈ ജോത്സ്യൻ ദേവിദാസനെ ഏൽപ്പിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് നമുക്ക് നൽകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം മറ്റു തലങ്ങളിലേക്ക് പോകുന്നു, അത് കണക്ട് ചെയ്ത് ആ കൊലപാതകത്തിലേക്ക് എത്തുകയാണോ ഇപ്പോൾ? മനു, തീർച്ചയായും ഈ കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു വ്യക്തത പോലീസിന് വന്നിട്ടില്ല. അതിൽ അന്വേഷണം വളരെ ത്വരിതഗതിയിൽ തന്നെ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ കുട്ടിയുടെ അമ്മയ്ക്കെതിരെ ഒരു സാമ്പത്തിക തട്ടിപ്പ് പരാതി വന്നിട്ടുള്ളത്. നിലവിൽ 6 പരാതികളാണ് ഇവർക്കെതിരെയുള്ളത്. അതായത് ഈ ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ആളുകളിൽ നിന്ന് പണം വാങ്ങി എന്നതാണ് നിലവിലെ പരാതി. ഇതിൽ ഇവിടെ തന്നെ പ്രദേശവാസിയായ ഒരു ഷിജു എന്നയാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം രൂപ ഇയാളിൽ നിന്ന് തട്ടിയെടുത്തെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കുമെന്ന സൂചന കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അവർ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. SP S സുദർശൻ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ 2 DYSPമാരും ഇവിടെയുണ്ട്. ക്രൈംബ്രാഞ്ച് DYSP, അതുപോലെ തന്നെ നെയ്യാറ്റിങ്കര അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം ഈ ശ്രീധുവിൻ്റെ ഭർത്താവിനെയും ശ്രീജിത്തിനെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ശ്രീധുവിനെ ചോദ്യം ചെയ്യുകയാണ് ഇതിനകത്ത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും ഇതിൽ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഈ നിയമനങ്ങളെല്ലാം നടത്തുന്നത്. ഇവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി ചില വാർത്തകൾ വരുന്നുണ്ട്. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ശ്രീധുവിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സാമ്പത്തിക തട്ടിപ്പ് പരാതിയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയാണ്. ഇവർക്കെതിരെ വഞ്ചനാക്കുറ്റം, അതുപോലെ തന്നെ വ്യാജരേഖ ചമയ്ക്കൽ, അതുപോലെ സാമ്പത്തിക തട്ടിപ്പ് അടക്കമുള്ള ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ ഇപ്പോൾ FIR ഫയൽ ചെയ്തിട്ടുണ്ട്. അവരെ നിലവിലിപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഈ കേസ്, ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസും ഈ ജോത്സ്യനുമായി ഉള്ള ബന്ധവും അടക്കം, ഈ കൊലപാതകവുമായി ഈ കാര്യങ്ങൾക്കെല്ലാം ഏതെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മനു, കമലേഷ് വിവരങ്ങൾ.